ഒരു കറക്റ്റ് ചായ. ഇക്ക രണ്ടാക്കിക്കോ. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മള് ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ലല്ലോ, എൻഗേജ്മെന്റ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. പോരാ, എൻഗേജ്മെന്റ് എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർട്ടിക്ക് നമ്മൾ ടോക്കൺ അഡ്വാൻസ് കൊടുക്കണ പോലെ അതെപ്പോ വേണമെങ്കിലും പിൻവലിക്കാം. അപ്പൊ കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി അയാളുടെ പേരിൽ സ്ഥിരമായിട്ട് എഴുതി കൊടുക്കണ പോലെ അതും എപ്പോ വേണമെങ്കിലും പിൻവലിക്കാലോ. കല്യാണത്തിന് എന്റെ എൻട്രിക്ക് നീ സ്റ്റേജിൽ നിന്ന് എന്നെ കാണുമ്പോ ഒന്ന് കരയണം, അത്രയല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനാണ് അങ്ങനെ ഉടക്കി കിടക്കണം. ഞാൻ എന്തിനാണ് നിന്നെ കാണുമ്പോ കരയണത്? 2 വർഷമായിട്ട് ഞാൻ നിന്നെ കണ്ടോണ്ടിരിക്കല്ലേ. വെഡിങ് ഹൈലൈറ്റ്സ് വരുമ്പോ അതൊരു ഇതായിരിക്കും. എൻഗേജ്മെന്റിന് ഒരു ഇതായിരിക്കും എന്ന് പറഞ്ഞോണ്ട് ഒരു 110 അടിയുള്ള ചോക്ലേറ്റ് ഹാമ്പർ ഞാൻ നന്നായി. അതിന്റെ EMI ഞാൻ ഇപ്പോൾ അടച്ചോണ്ടിരിക്കാറിയോ? അതിനെന്താ, എനിക്ക് അതിന് 2 മില്യൺ വ്യൂസും കിട്ടി, വെഡിങ് ഡ്രസ്സും മേക്കപ്പും കൊളാബും കിട്ടി. ഞാനൊരു ഇൻട്രോവേർട്ടാണ്, എന്നെ ഈ പരിപാടി കിട്ടൂല. അതെ, ഇൻട്രോവേർട്ടുകൾ കരയൂലേ? എടാ നീ ശരിക്കും കരയണമെന്നില്ല, ഞാൻ ഗ്ലിസറിൻ ഒപ്പിക്കാം. ഒരു മിനിറ്റ്. ഒന്നുമില്ല, ഞാൻ വളർന്നു വരുന്ന ഒരു ഇൻഫ്ലുവൻസർ അല്ലേ. എനിക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ കല്യാണം കഴിഞ്ഞ നീ ജോലി റിസൈൻ ചെയ്യും. എന്നിട്ട് നീ എന്റെ EMI എടുക്കും. എടാ ഈ കല്യാണം കൂടെ കഴിഞ്ഞ നമ്മൾ ആരാ? എടാ കപ്പിൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. പിന്നെ എല്ലാം കണ്ടന്റ് അല്ലേ. ഹൽദി, മെഹന്തി, കല്യാണം, വിരുന്ന്, ഹണിമൂൺ, 1st month ആനിവേഴ്സറി, 6 months ആനിവേഴ്സറി, ശരിക്കുള്ള ആനിവേഴ്സറി, പ്രഗ്നൻസി റിവീൽ, ചെക്കപ്പ് വ്ലോഗ്, ഹോസ്പിറ്റൽ വ്ലോഗ്, പ്രസവം, കൊച്ചിന് പേരിടല്, അങ്ങനെ ഫുൾ കണ്ടന്റാ. ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും പിന്നിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഉണ്ട്. ഞാൻ പണിക്കൊന്നും പോകണ്ട. വേണ്ട, നിന്നൊപ്പം റീലിൽ എങ്ങനെ മതി. എന്തു ആലോചിക്കുന്നു? ഈ ഗ്ലിസറിനെ അവിടെ കിട്ടും. മെഡിക്കൽ ഷോപ്പിൽ കിട്ടും, മേടിച്ചു തരാം.